എത്രയും പെട്ടെന്ന് ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ധാരാളം വേക്കൻസീസ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന ബൈ ട്രാൻസ്ഫറും ഡയറക്റ്റും രണ്ടിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. ടൈം മാനേജ് ചെയ്തിട്ട് സ്ട്രാറ്റജിക്കലി സിലബസ് കവർ ചെയ്ത്. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് അക്കാഡമി. നമ്മളേവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അല്ലേ. അതായത് കേരള PSCയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏജ്, ക്വാളിഫിക്കേഷൻ, സാലറി, വേക്കൻസി, ഈ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യുക. അതുകൂടാതെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞോട്ടെ, MSc നഴ്സിംഗ് ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു സ്വപ്ന തുല്യമായ പോസ്റ്റ് ആണ് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന് പറയുക അല്ലേ. അതായത് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ PG നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ ഒരു പോസ്റ്റിലൂടെ നമ്മളെ കാത്തിരിക്കുന്നത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സാധാരണ PSC ഒരു 6 മാസത്തിനുള്ളിൽ എക്സാം നടത്തുകയാണ് പതിവ്. സോ നമുക്കൊരു ജൂൺ മാസത്തോടു കൂടി ഇതിന്റെ എക്സാം പ്രതീക്ഷിക്കാം. കൃത്യമായി ചിട്ടയായ സ്ട്രാറ്റജിയോട് കൂടിയുള്ള പഠനം ഉണ്ടെങ്കിൽ നമുക്ക് 6 മാസം കൊണ്ട് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനും അതുകൂടാതെ പല പ്രാവശ്യം റിവിഷൻ ചെയ്യുവാനും മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് മേടിക്കുവാനും അതുകൂടാതെ എത്രയും പെട്ടെന്ന് ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനും നിങ്ങൾക്ക് കഴിയും. അതായത് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇപ്പം നമ്മുടെ എല്ലാ ജില്ലകളിലും അല്ലെ, എല്ലാ ജില്ലയിലും നഴ്സിംഗ് കോളേജ് ഉണ്ട്. അപ്പം ധാരാളം വേക്കൻസീസ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു സുവർണ്ണ അവസരം നിങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എന്ന് പറയുന്ന വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. നോക്കിയ ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് ആണ്. കാറ്റഗറി നമ്പർ 2 കാറ്റഗറീസ് ആണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ. ഒന്ന് ഡയറക്റ്റ്, രണ്ടാമത്തേത് ബൈ ട്രാൻസ്ഫർ. അതായത് ഡയറക്റ്റ് ബൈ ട്രാൻസ്ഫർ വേക്കൻസീസ് ഫില്ല് ചെയ്യുക 1:1 കാറ്റഗറിയിലാണ്. അതായത് ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് ഒരു കാൻഡിഡേറ്റിന് എടുക്കുമ്പോൾ ബൈ ട്രാൻസ്ഫർ അതായത് സർവീസിൽ തന്നെയുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് എടുക്കുക കേട്ടോ. അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് വേക്കൻസിയുടെ കാറ്റഗറി നമ്പർ വരുന്നത് 692/2025 ബൈ ട്രാൻസ്ഫർ 693/2025 ആണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, അപ്പം സ്കെയിൽ ഓഫ് പേ ആസ് പെർ UGC നോംസ്, അതായത് നമ്മൾ ഏതൊരു കോളേജിൽ അല്ലെ, നഴ്സിംഗ് കോളേജില്ല, ഏതൊരു ഗവൺമെന്റ് കോളേജിലും നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ സാലറി ആസ് പെർ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ പേ സ്കെയിൽ അനുസരിച്ചിട്ട് പേ ലെവൽ 10 ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏതൊരു കോളേജിൽ നിങ്ങൾ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സാലറി കിട്ടും ആ സെയിം സാലറി തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുക. ആസ് പെർ UGC നോംസ് ആണ് നമ്മുടെ പേ സ്കെയിൽ വരിക. വേക്കൻസീസ് കൃത്യമായിട്ട് എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാ ജില്ലകളിലും നഴ്സിംഗ് കോളേജസ് ഉള്ളതാണ്. ധാരാളം വേക്കൻസീസ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. സോ ഈ പറയുന്ന ബൈ ട്രാൻസ്ഫർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന്റെ അപ്പോയിന്റ്മെന്റ് വരുന്നത് ഈ പറയുന്ന 1:1 ഒരു റേഷ്യോയിലാണ് വരിക. ഇതിപ്പോ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കാര്യമാണ് പറയുക. നോക്കിയാൽ ഏജ് ലിമിറ്റ് 22 to 41 ഇയേഴ്സ് കേട്ടോ. 22 to 41 ഇയേഴ്സ് ആണ് ഏജ് പറയുക. അതിൽ OBC കാറ്റഗറി 44 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 46 ഇയേഴ്സ് കേട്ടോ. 46 ഇയേഴ്സ് വരെ SC/ST കാറ്റഗറി ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. നെക്സ്റ്റ് നോക്കിയാൽ രണ്ടാമത് നമ്മൾ നോക്കുന്നത് കാറ്റഗറി നമ്പർ 693/2025 അതായത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ ഇതിൽ ഈ പറയുന്ന പോലെ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. പക്ഷെ നോക്കിയാൽ ഇവിടെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് പറയുന്നത് അപ്പോയിന്റ്മെന്റ് ബൈ ട്രാൻസ്ഫർ ഫ്രം ക്വാളിഫൈഡ് നഴ്സിംഗ് സൂപ്രണ്ടന്റ്, സിസ്റ്റർ ട്യൂട്ടേഴ്സ്, ഹെഡ് നഴ്സസ്, സ്റ്റാഫ് നഴ്സസ് ഓഫ് ദ കോളേജ് ഓഫ് നഴ്സിംഗ് ഓർ ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ 1 ഇയർ റെഗുലർ സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബൈ ട്രാൻസ്ഫർ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണ്. അതുകൂടാതെ തന്നെ ഇപ്പൊ നിങ്ങൾ ബൈ ട്രാൻസ്ഫർ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കേട്ടോ, ഡയറക്റ്റിലും അപ്ലൈ ചെയ്യാം. രണ്ടെണ്ണത്തിലും. അപ്പൊ അതായത് നിങ്ങളിപ്പോൾ സർവീസിലാണ്, നിങ്ങൾ ബൈ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബൈ ട്രാൻസ്ഫറും ഡയറക്റ്റും രണ്ടിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അതുകൂടാതെ നമ്മളെ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത് നോക്കിയേ, MSc ഡിഗ്രി ഇൻ നഴ്സിംഗ് ഫ്രം എനി യൂണിവേഴ്സിറ്റി വിച്ച് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ കേരള നഴ്സിംഗ് കൗൺസിൽ ഓർ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. കേരള നഴ്സിംഗ് KNMCയോ INCയോ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഏത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് MSc ഡിഗ്രി നേടിയിരിക്കാം. അതുകൂടാതെ പെർമനന്റ് രജിസ്ട്രേഷൻ വിത്ത് ദ കൗൺസിൽ കേട്ടോ. അതായത് ഇവിടെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത്, ഇപ്പം ഔട്ട്സൈഡ് എബ്രോഡ് അല്ലെ ഔട്ട്സൈഡ് കേരളയിലൊക്കെ പഠിച്ചിട്ടുള്ളവരുണ്ടാവും. MSc നഴ്സിംഗ് ഔട്ട്സൈഡ് കേരളയിൽ പഠിച്ചിട്ടുള്ളവരുണ്ടാവും. അവർക്ക് കേരള നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇവിടെ പറയുന്നത് നിങ്ങൾ എവിടെയാണോ ഇപ്പൊ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എവിടെയാണോ പഠിച്ചത് അവിടെ ആ ഒരു നഴ്സിംഗ് കൗൺസിലിന്റെ പെർമനന്റ് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് മതിയാകും. പക്ഷേ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് നേടി ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ KNMC കേരള നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ നിങ്ങൾ എടുത്തിരിക്കണം. മനസ്സിലായല്ലോ? അതായത് KNMCയുടെ രജിസ്ട്രേഷൻ വേണം എന്ന് നിർബന്ധമില്ല നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. നിങ്ങൾ എവിടെയാണോ പഠിച്ചത്, നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ രജിസ്ട്രേഷൻ മതിയാകും. പക്ഷെ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾ KNMCയിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അതൊന്ന് ഓർത്തോണേ.
അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, നമുക്കൊരു 6 മാസമായിരിക്കും ഇതിന്റെ പ്രിപ്പറേഷന് വേണ്ടി ലഭിക്കുക. അത് ടു ദ മാക്സ് ആണ് കേട്ടോ, ഒരു 6 മാസമായിരിക്കും ലഭിക്കുക. അപ്പോൾ ഈ 6 മാസം നമ്മൾ കൃത്യമായിട്ട് ധൈര്യമായിട്ട് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നു. ടൈം മാനേജ് ചെയ്തിട്ട് സ്ട്രാറ്റജിക്കലി സിലബസ് കവർ ചെയ്ത് റിവൈസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കേട്ടോ, ഉറപ്പായിട്ട് ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ എഡ്യൂസ് അക്കാഡമി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ക്ലാസിന്റെ സവിശേഷതകൾ കൂടെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതായത് അത്യാവശ്യം ഇതൊരു ഹയർ ലെവൽ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇൻഡെപ്ത് തിയറി നോളജ് നിങ്ങൾക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ടുള്ള തിയറി ക്ലാസ്സുകളാണ് കൈകാര്യം ചെയ്യുക. അതുകൂടാതെ PPT നോട്ട്സ് നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഓരോ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അല്ലെ, നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയാം, ഓരോ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ആ ക്ലാസ്സിൽ നിന്നുള്ള ഒരു 30 to 40 MCQs നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനും നമ്മൾ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ഓരോ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഷുവർ ഷോർട്സ്, പിന്നെ എക്സാം പ്രാക്ടീസ്, അതുകൂടാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മളിപ്പം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് ഫീച്ചേഴ്സ് ആണ്. സോ ഇതേ സെയിം കോഴ്സ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ പുതിയ ബാച്ചിനും അവൈലബിൾ ആക്കുക. അപ്പം നിങ്ങൾ വെറുതെ ആലോചിച്ച് സമയം കളയാതെ നിങ്ങൾ സീരിയസ് ആയിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. ഞങ്ങൾ പുതിയ ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഈ പറയുന്ന പോലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യാനുള്ള എല്ലാ ഭാഗ്യം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഡയറക്ഷൻ കറക്റ്റ് പ്രോപ്പർ സ്ഥലത്ത് എത്തുമ്പോഴേ നമുക്കത് കിട്ടുള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം എവിടെയാണ്. വളരെ സപ്പോർട്ടീവ് ആണ്. മെറ്റീരിയൽസും ക്ലാസ്സസും എല്ലാം എക്സലന്റ് ആണ്. എങ്ങനെ എക്സാം എഴുതണം, ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്യണം എന്ന് ഈച്ച് ആൻഡ് എവറി പോയിന്റ് സാറ് പറയും. മാരത്തോൺ ക്ലാസ് സൂപ്പറാണ്. അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളൊക്കെ. ഞാൻ കൂടുതലും ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, നല്ല ഡീപ്പ് ക്ലാസ്സസ് ആണ്. സാറി പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ പോയിന്റ്, ആ ഷുവർ സോഴ്സ് മാത്രം വായിച്ചാൽ മതിയായിരിക്കും. അത് മതി. ക്ലാസ് നോട്ട്സും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും. അധികം എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനും അപ്പിയർ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലേക്ക് ആ ക്ലാസ് കണ്ട സമയവും ഒക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരും. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് സാറ് പോയിന്റ് ആയിട്ട് എടുത്ത് പറഞ്ഞു.